കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്തൃമേശയുടെ ആവശ്യം ഇന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കുന്ന വാദഗതികൾ അങ്ങിങ്ങ് കേൾക്കുന്നുണ്ട്. എല്ലാവരുമല്ല കേട്ടോ. ക്രിസ്തീയ സമൂഹത്തിലെ 99% പേരും കർത്താവിന്റെ അത്താഴമാകുന്ന കർത്തൃമേശ ശുശ്രൂഷ, തിരുവത്താഴ ശുശ്രൂഷ, ക്രിസ്ത്യൻ ലോകത്തിൽ തന്നെ പട്ടത്ത സഭകളടക്കമുള്ളതായിരിക്കുന്ന സകല സമൂഹങ്ങളും അടക്കം 99.9% ആളുകളും അനുകരിക്കുന്നവരാണ്. എന്നാൽ അങ്ങിങ്ങ് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. നമുക്ക് കർത്തൃമേശയുടെ ആവശ്യമില്ല, കർത്താവ് ഇന്ന് കർത്തൃമേശ കൽപ്പിച്ചു തന്നിട്ടില്ല, അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് ന്യായപ്രമാണത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അവര് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മളാരും അങ്ങനെ ഞായറാഴ്ചകളിൽ അപ്പം നുറുക്കി കർത്താവിന്റെ മരണത്തെ ഓർക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല എന്ന് വാദിക്കുന്നതായിട്ട് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ കൊരിന്തിലെ സഭയിൽ ആചരിച്ചിരുന്നത് ഒരു ഭക്ഷണ കൂട്ടായ്മ മാത്രമായിരുന്നു. അങ്ങനെയുള്ളവർ പറയുന്നത് കൊരിന്തിലെ സഭ ആചരിച്ചിരുന്നത് അവര് അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണം കഴിക്കുക എന്നായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുമിച്ച് കൂടി ആ കാര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ പറയുന്നത്. അവർ ഭക്ഷണം കഴിക്കാൻ കൂടിയപ്പോൾ അന്യോന്യം കാത്തിരുന്നില്ല, അന്യോന്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്തില്ല. അങ്ങനെ ചിലര് വിശന്നും ചിലര് ദാഹിച്ചും ചിലര് പട്ടിണിയൊക്കെ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് ശാസിച്ച് പറഞ്ഞതാണ്. അല്ലാതെ സഭയ്ക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നുറുക്കലല്ല, ശരിക്കും വചനമാണ് നുറുക്കേണ്ടത്. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ വചനം നുറുക്കലാണ്, വചനം നുറുക്കി ഭക്ഷിക്കാൻ കൊടുക്കലാണ് എന്നൊക്കെയുള്ളതായിരിക്കുന്ന വ്യാഖ്യാനങ്ങളെല്ലാം കേൾപ്പാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ കൊരിന്തിലെ സഭയിൽ ആചരിച്ചിരുന്നത് ഒരു ഭക്ഷണ കൂട്ടായ്മ മാത്രമാണോ, അല്ല അവിടെ കർത്താവിന്റെ മേശ ഇല്ലായിരുന്നുവോ, കർത്താവിന്റെ മേശ നടത്തിയില്ലായിരുന്നുവോ എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ ചോദ്യങ്ങൾ എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേൾവിക്കാരത് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ അത് മനസ്സിലാകാനായിട്ട് കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യ സഭയിലെ അപ്പം നുറുക്കൽ ശുശ്രൂഷ, കർത്താവിന്റെ മേശ എന്നൊക്കെ പറയുന്നത് അവരുടെ ഭക്ഷണത്തിന്റെ, അവര് സഭ കൂടി വരുമ്പോൾ ഭക്ഷണത്തിന്റെ കൂട്ടായ്മ മാത്രമായിരുന്നു എന്ന് പറയുന്ന ആ രീതിയോട് നമുക്ക് യോജിക്കാനായിട്ട് പറ്റാത്തതിന്റെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ചോദ്യാവലിയായിട്ട് ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു ശുശ്രൂഷ കർത്താവ് പൗലോസിനെ ഏൽപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഏൽപ്പിക്കുകയോ ചെയ്തില്ലായിരുന്നു. അവരൊരുമിച്ച് കൂടി വരുമ്പോൾ അവർ കേവലം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവര് ചെയ്തിരുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശം കേൾക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിനായിട്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ആവശ്യം സഭയ്ക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനായിട്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പണ്ട് സെഹിയോൻ മാളികയിൽ ഇരിക്കുന്ന കാലത്ത്, അതായത് കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരുമായിട്ട് പെസഹായുടെ പെരുന്നാളിന് അപ്പം നുറുക്കാനായിട്ട് കൂടി വന്നപ്പോൾ അവരുടെ കൈകളിൽ അപ്പം എടുത്തു കൊടുക്കുകയും പാനപാത്രം എടുത്തു കൊടുക്കുകയും ചെയ്തത് പിൻകാലത്ത് ഈ കൃപായുഗ സഭ ആരംഭിച്ചതിന് ശേഷം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ ആരംഭിച്ചതിന് ശേഷം ഈ കാര്യം പൗലോസിനോട് പറഞ്ഞു കൊടുത്തത് എന്തിനാണ്, പൗലോസിനെ ഏൽപ്പിച്ചത് എന്തിനാണ്? എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. കാരണം കർത്താവ് ചെയ്തതായിരിക്കുന്ന പല കാര്യങ്ങളും, പലപ്പോഴും ചെയ്തതായിരിക്കുന്ന അത്ഭുതങ്ങളാകട്ടെ, അടയാളങ്ങളാകട്ടെ, മരിച്ചവരെ ഉയർപ്പിച്ചതാകട്ടെ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതാകട്ടെ, കുരുടന്മാർക്ക് കാഴ്ച നൽകിയതാകട്ടെ, അതല്ല എങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ നടന്നതാകട്ടെ, കർത്താവ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അത്ഭുത ക്രിയകൾ ചെയ്തതായിട്ട് പൗലോസിനോട് പറഞ്ഞു കൊടുത്തുവോ എന്ന് നമുക്കറിയില്ല. അതൊന്നും കർത്താവ് പൗലോസിന്റെ ഉപദേശത്തിൽ പറയുന്ന ആവശ്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പൗലോസിന്റെ ലേഖനങ്ങളിലെങ്ങും കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയെക്കുറിച്ച് യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല, ഈ ഒരു കാര്യം ഒഴികെ.
മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ പൗലോസിന് എന്ത് പറയാമായിരുന്നു? കർത്താവായി യേശുക്രിസ്തു ജനിച്ച കാലം മുതലുള്ളായിരിക്കുന്ന കാര്യങ്ങള്, കർത്താവ് ഉപദേശിച്ച കാര്യങ്ങള്, കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഉപമകള്, കർത്താവിന്റെ പല എന്താണ് ഉപദേശങ്ങളും ഒക്കെ പൗലോസിന് കോട്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് പൗലോസ് ഇതൊന്നും തന്റെ 13 ലേഖനങ്ങളിൽ പോലും കൂട്ട് ചെയ്തില്ല? ഈ കർത്തൃമേശ എന്ന ശുശ്രൂഷ ഒഴികെ മറ്റൊന്നും തന്നെ പൗലോസ് എന്തുകൊണ്ട് കൂട്ട് ചെയ്തില്ല? അപ്പോൾ അതിന്റെ അർത്ഥം പൗലോസിന് കർത്താവായി യേശു ക്രിസ്തു ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ മേശയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമാണ്. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും. അപ്പൊ പ്രാപിച്ചു, കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു അല്ലെ? ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ പൗലോസ് അങ്ങനെ എഴുതും, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ. ഞാൻ പ്രാപിച്ചു എന്നുള്ളത് മാത്രമല്ല, കൊരിന്തിലെ സഭ ആരംഭിച്ച കാലം മുതൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അത് കൊരിന്ത് സഭയോട് ആചരിക്കാനായിട്ട് നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ആവശ്യമില്ലെങ്കിൽ കർത്താവിന്റെ മറ്റ് യാതൊരു ഉപദേശങ്ങളോ ഉപമകളോ പ്രവൃത്തികളോ അത്ഭുതങ്ങളോ ഒന്നും പറയാത്ത പൗലോസ് ഈ ഒരു കാര്യം മാത്രം കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചതാണ് എന്ന് പറയേണ്ടുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് ചോദ്യങ്ങൾ വായിച്ചു തീർക്കാം. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഇവര് കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ അവരെത്ര അപ്പമാണ് മുറിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ കൊരിന്തിലെ സഭയില് ഓർക്കുക, കൊരിന്തിലെ സഭയില് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. കൊരിന്ത് എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാണ്. ആ പട്ടണത്തില് ധാരാളം പേർ പൗലോസിന്റെ ഉപദേശം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ അവര് ഭക്ഷണ കൂട്ടായ്മ നടത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഭക്ഷണ കൂട്ടായ്മ നടത്തിയെങ്കിലും ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഭക്ഷണം അവർ കഴിക്കുകയും മറ്റുള്ളവർക്ക് പങ്കിടുകയൊക്കെ ആയിരുന്നു. ചിലർ അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് പൗലോസ് ഇതിന്റെ മേലെ ഭാഗത്ത് അവരെ ശാസിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുന്ന ഫസ്റ്റ് ഭാഗമാണ് കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിന്റെ 17 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവര് കർത്താവിന്റെ ശരീരത്തെ സ്മരിച്ചുകൊണ്ട് ഒരപ്പം മാത്രം വേർതിരിക്കുകയും അത് നുറുക്കുകയും ഒരു പാനപാത്രം മാത്രം വേർതിരിച്ച് അത് അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്ന് ബൈബിളിൽ തെളിവാണ്. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10 അധ്യായത്തിന്റെ 16 മുതലുള്ള ഇരിക്കുന്ന വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 10 അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ഏകവചനമാണ്, ശ്രദ്ധിക്കണം. അല്ലാതെ ബഹുവചനത്തില് അനേകം പാത്രങ്ങളിൽ വീഞ്ഞ് പകർന്നു വെച്ചിട്ട് ആ പാത്രങ്ങളെ എല്ലാം കൂടെ അനുഗ്രഹിച്ചു എന്നല്ല പറയുന്നത്. ഒരു പാത്രത്തെ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പൊ ഒരപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയ്ക്കായിട്ട് ഇവർ വേർതിരിക്കുകയും ആ ഒരപ്പത്തെ അവർ നുറുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാണ്. ഒരു പാനപാത്രം, ഒരപ്പം. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. എത്ര വ്യക്തമാണ്! അപ്പം ഒന്നാകെ കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, 500 പേരുള്ള സഭയാണെങ്കിൽ, കൊരിന്തിലെ സഭ 500 പേരുള്ള സഭയാണെങ്കിൽ, ഇനി വേണ്ട 100 പേരുള്ള, വെറും 100 പേരുള്ള സഭയാണെങ്കിൽ 100 പേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ നടത്തിയിരുന്നതെങ്കിൽ ഈ ഒരപ്പം കൊണ്ട് 100 പേർക്ക് എന്താകാരം? അല്ലെങ്കിൽ 100 പേര് കഴിക്കാൻ പറ്റുന്ന ഒരപ്പം ഉണ്ടാക്കണമെങ്കിൽ ഒരു റൂമിന്റെ അത്രയും വലിപ്പമുള്ളതായിരിക്കുന്ന പാത്രം വേണം, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ.
ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാ, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാവുന്നു. അപ്പോൾ അവിടെ ഒരപ്പം അല്ലേ നുറുക്കിയത്? ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷ വേണ്ട എന്ന് വാദിക്കുന്നവരായിരിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികളാകുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. തുടർന്ന് താഴേക്ക് പറയുമ്പോൾ വീണ്ടും പറയുന്നത്, ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? യാഗങ്ങൾ എന്നുള്ളത് ബഹുവചനമാണ്. അപ്പം ഇസ്രായേൽ കഴിച്ചിരുന്ന യാഗങ്ങൾ പല മൃഗങ്ങളെയാണ് യാഗം കഴിച്ചിരുന്നത്, പല മൃഗങ്ങളെ. അപ്പൊ അവര് യാഗങ്ങൾ ഭുജിക്കുന്നവരെ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? അപ്പൊ കർത്താവിന്റെ മേശ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മേശ അവരുടെ ഭക്ഷണ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നു. അതിനകത്ത് ഒരപ്പമാണ് നുറുക്കിയിരുന്നത്. ആ കർത്താവിന്റെ ഓർക്കുവാനായിട്ട് ഒരപ്പമാണ്. പലരായിരിക്കും ഒരപ്പമാകൊണ്ട് അല്ലെ, നമ്മളിപ്പോ വായിച്ചത് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം. അപ്പൊ ഒരപ്പമാണ് ഈ കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് അവർ മുറുകിയിരുന്നത്. അല്ലാതെ അവരെല്ലാവരും കൊണ്ടുവന്ന് അപ്പം കൂട്ടി വെച്ചിട്ട് എല്ലാവരും കൂടെ വീതിച്ച് തിന്നതായിരിക്കുന്ന ആ അപ്പത്തെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാവുന്നു. അപ്പൊ എല്ലാവരും കൂടെ ഈ കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് നുറുക്കിയതായിരിക്കുന്ന അപ്പം വീതിച്ച് അല്പാൽപമായിട്ടെങ്കിലും അവര് വായിൽ വെച്ചിട്ടുണ്ട്, രുചിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പാനപാത്രവും ഏകമായിരുന്നു, അപ്പവും ഏകമായിരുന്നു എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അല്ലായിരുന്നു എങ്കില് അവര് അത്രയും പേർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര അപ്പം ഒരുക്കി വെക്കണം? അവിടെ ധാരാളം അപ്പങ്ങളുണ്ട്, വന്നവരെല്ലാം അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, അവരെല്ലാവരും വിശപ്പിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവര് വീഞ്ഞും കുടിച്ചിട്ടുണ്ട്, എല്ലാം സത്യമാണ്, ഞാനതൊന്നും വിസ്മരിക്കുന്നില്ല. പക്ഷെ കർത്താവിന്റെ ശരീരത്തെ സ്മരിക്കാൻ ഒരപ്പം, കർത്താവിന്റെ രക്തത്തെ സ്മരിക്കാൻ ഒരു പാനപാത്രത്തിലെ വീഞ്ഞ്, ഇത് വ്യക്തമായിട്ടും അവിടെ വേർതിരിച്ചു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ 26 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും, ഈ അപ്പം എന്ന് പറഞ്ഞാൽ എത്ര അപ്പ? പല അപ്പമാണ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും. നോക്കിക്കേ, അങ്ങനെ നിങ്ങൾ, ഞാൻ ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും, ഏതപ്പം? കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വേർതിരിച്ച ഒരപ്പം, അല്ലാതെ അനേക അപ്പങ്ങളുടെ ഒരു കൂട്ടത്തെ അല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും, അവിടെ വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും, ഈ പാനപാത്രം കർത്താവിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു പാനപാത്രം കർത്താവ് ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. കർത്താവിന്റെ പാനപാത്രം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പാനപാത്രം ഉണ്ടായിരുന്നു, കർത്താവിന്റെ അപ്പം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു അപ്പം ഉണ്ടായിരുന്നു. അതവിടെ വ്യക്തമല്ലേ? മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. ഈ അപ്പം തിന്നുകയും, ഏതപ്പം? കർത്താവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വേർതിരിച്ചായിരിക്കുന്ന ആ ഒരപ്പത്തിന്റെ അംശികളാണ് അവരെല്ലാവരും. ആ ഒരപ്പം തിന്നുകയും ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവര് കുറ്റക്കാരാകും. അത് യോഗ്യമായിട്ട് ചെയ്തില്ല എങ്കിൽ കുറ്റക്കാരാകും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം,
അവിടെ ഭക്ഷണ കൂട്ടായ്മയായിരുന്നു നടന്നത്. കർത്താവിന്റെ അപ്പമല്ല മുറിച്ചിരുന്നത്, കർത്താവിന്റെ മേശ ഒരുക്കിയിരുന്നില്ല. ഇന്നത്തെ കർത്തൃമേശ പോലെ ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കുന്ന വിധത്തിൽ അവിടെ ഒരു ഒരു പിന്നെ വിതരണം നടന്നിരുന്നില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ അവിടെ നടന്നിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്താണ് സ്നേഹസദ്യ, സ്നേഹസദ്യ അതാണ് അവിടെ ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ ഈ തിരുവെഴുത്തുകളെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഈ അപ്പം, ഒരേ അപ്പം, ഈ വാക്കുകളെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഒരപ്പത്തിന്റെ അംശികൾ, എത്ര വ്യക്തമല്ലേ? ഒരു പാനപാത്രത്തിന്റെ അംശികൾ, ഒരപ്പത്തിന്റെ അംശികൾ. അത് 500 പേരുണ്ടെങ്കിലും ശരി, 100 പേരാണെങ്കിലും ശരി, 50 പേരാണെങ്കിലും ശരി, ഒരപ്പം, ഒരു പാനപാത്രം. അതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്താണ്, അവര് ഭക്ഷണ കൂട്ടായ്മയാണ് കഴിച്ചിരുന്നതെങ്കിൽ അവിടെ എത്ര പാനപാത്രം ഉണ്ടായിരുന്നു, എത്ര അപ്പം, കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ അവിടെ എത്ര അപ്പം വേർതിരിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഒരിക്കലും പല അപ്പങ്ങളുടെ കൂട്ടമല്ലായിരുന്നു കർത്താവിന്റെ മേശ ഒരുക്കുവാനായിട്ട് അവർ ഒരുക്കിയത്. കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി ഒരപ്പമായിരുന്നു, ഒരു പാനപാത്രമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മൂന്നാമത്തെ ചോദ്യം, സാധാരണ ഭക്ഷണമാണ് അവർ കഴിച്ചിരുന്നത് എങ്കിൽ അതെങ്ങനെയാണ് അയോഗ്യതയുള്ള ഭക്ഷണമാവുന്നത്? അതുകൊണ്ട് എങ്ങനെയാണ് ശിക്ഷാവിധി വരുന്നത്? അപ്പൊ ഇവര് കഴിച്ചിരുന്ന ഭക്ഷണം യോഗ്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി വരുമെന്ന് അവരോട് പറഞ്ഞു. ശിക്ഷാവിധി വരും. അപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ അത് കാണുന്നുണ്ട് അല്ലെ? നമ്മൾ വായിച്ചത്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവര് ഈ കർത്താവിന്റെ മേശ അവര് പങ്കിടുന്നതിലൂടെ അവരുടെ ശരീരത്തിന് അവരുടെ ശിക്ഷാവിധി വരും എന്ന് കർത്താവ് പറഞ്ഞു. പൗലോസിലൂടെ കർത്താവ് വ്യക്തമായിട്ട് അരുളി ചെയ്തു. യോഗ്യമായിട്ട് അപ്പം തിന്നാതെ ഇത് അയോഗ്യമായിട്ട് ഭക്ഷിച്ചാൽ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, സാധാരണ ഭക്ഷണമാണ് അവർ കഴിച്ചിരുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെ വാദിക്കുന്നവരുണ്ടല്ലോ. അവരൊരു സാധാ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അവരവരുടെ വീടുകളിൽ നിന്ന് കുറെ ഭക്ഷണം കൊണ്ടുവരുന്നു, ഉള്ളവർ കൊണ്ടുവരുന്നു, ഇല്ലാത്തവർ കൊണ്ടുവരുന്നില്ല. കുറച്ചുപേര് പട്ടിണി ഇരിക്കുന്നു, കുറച്ചുപേര് കഴിക്കുന്നു. ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കലഹാരം മരുന്ന മധ്യയായ എല്ലാവർക്കും സുപരിചിതമായ ഒന്നായതുകൊണ്ട് ഞാനെല്ലാം വായിക്കാത്ത. അതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഒരപ്പം കർത്താവിന്റെ ഓർമ്മയ്ക്കായി വേർതിരിക്കുകയും ഒരു പാനപാത്രം അവര് പങ്കെടുക്കുകയും ചെയ്തു കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട്. അതിനാണ് കർത്താവിന്റെ മേശ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷ അവിടെ കൊരിന്ത്യ സഭയിൽ നടന്നിട്ടുമില്ല. എന്ന് വന്നാൽ ചോദ്യം ഇതാണ്, എങ്ങനെ ഇവര് ബലഹീനരാകും? എങ്ങനെ ഇവര് രോഗികളാകും? എങ്ങനെ ഇവര് ശിക്ഷാവിധി പ്രാപിക്കും? സാധാരണ അപ്പം കഴിക്കുന്നവനെ ശിക്ഷിക്കാനാണ് കർത്താവ് ഇരിക്കുന്നത്? വിശപ്പിന് ഭക്ഷണം കഴിക്കുന്നവനെ ശിക്ഷിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്. സാധാരണ ഭക്ഷണം നമ്മൾ ഓരോ ദിവസവും ഓരോ നേരത്തും പല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ അതൊക്കെ സ്തോത്രം ചെയ്ത് തന്നെ കഴിക്കുന്നത്. നമ്മളെ ആ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ദൈവം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? അപ്പം ഇവര് അയോഗ്യമായി ഭക്ഷിച്ചിരുന്ന ഒരപ്പം ഉണ്ടായിരുന്നു, അയോഗ്യമായി പാനം ചെയ്തിരുന്ന ഒരു പാനപാത്രത്തിലെ വീഞ്ഞുണ്ടായിരുന്നു എന്ന് അവിടെ വ്യക്തമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് അവിടെ വ്യക്തമാണ്. അവിടെ നമ്മൾ വായിക്കുകയാണ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്ന അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ ആകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അയോഗ്യമായ അപ്പം തിന്നുകയോ അയോഗ്യമായി പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്ന അത് ഏകമാണ്, ഒരപ്പമാണ്, ഒരു പാനപാത്രമാണ്. അത് കർത്താവിന്റെ മേശ ആചരിക്കുന്ന പാനപാത്രവും അപ്പവുമാണ്.
അതിൽ നിന്ന് അയോഗ്യമായി പങ്കെടുക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. അടുത്ത ഒരു ചോദ്യം, വെറും ഭക്ഷണ കൂട്ടായ്മയാണ് അടുത്ത 4ാമത്തെ ചോദ്യം. വെറും ഭക്ഷണ കൂട്ടായ്മയാണ് അവർ ചെയ്തിരുന്നതെങ്കിൽ അതിന് കർത്താവിന്റെ മേശ എന്നും കർത്താവിന്റെ അത്താഴം എന്നും എങ്ങനെ പേർ പറയും? 2 ഭാഗത്ത് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മേശ എന്നും കർത്താവിന്റെ അത്താഴം എന്നും ആയിട്ട് 2ഇടത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? നമ്മള് സാധാ ഭക്ഷണം കഴിക്കുന്നതിനെ കർത്താവിന്റെ അത്താഴം എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സാധാരണ അപ്പം തിന്നാറുണ്ട് അല്ലേ? നമ്മളങ്ങനെ അധികം പേരും വീഞ്ഞു കുടിക്കാറില്ല എന്ന് തോന്നുന്നു. പാനപാത്രം കുടിക്കുന്നവരുണ്ടാകാം. ഇതെങ്ങനെയാ കർത്താവിന്റെ അപ്പമാകുന്നത്, കർത്താവിന്റെ മേശയാകുന്നത്? കർത്താവിന്റെ അപ്പവും കർത്താവിന്റെ മേശയും ആകണമെങ്കിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കണ്ടായോ? 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാ? 10-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങൾ കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാനും പാടില്ല. അപ്പൊ അതിന്റെ പേരെന്താ? ഈ ശുശ്രൂഷയുടെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിച്ച ഈ ശുശ്രൂഷയുടെ പേരെന്താന്ന് പറയുന്നത്? കർത്താവിന്റെ പാനപാത്രവും കർത്താവിന്റെ മേശയും. കർത്താവിന്റെ പാനപാത്രവും കർത്താവിന്റെ മേശയാണ്. കൊരിന്തിലെ സഭ വെറും സാധാ ഭക്ഷണം കഴിക്കുകയായിരുന്നു, അത്താഴം കഴിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് പൗലോസ് ഇവിടെ എഴുതിയത് എങ്കിൽ അതെങ്ങനെയാ കർത്താവിന്റെ അപ്പവും കർത്താവിന്റെ മേശയുമായി തീരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെ തീരുന്നു? 11-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 1 കൊരിന്ത്യർ 11:20 എന്താ പറയുന്നത്? 20-ാം വാക്യത്തില്, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തരും താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു, അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചിരിക്കുന്നു. അവിടെ എന്താ പറഞ്ഞ? നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. അപ്പോൾ അവർ കർത്താവിന്റെ അത്താഴം കഴിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അവർ കഴിക്കാതെ ഇരുന്നതിന്റെ കാരണമായിട്ട് പറയുന്നത്, ഇവരെ തിന്നും കുടിച്ചും ആ ശുശ്രൂഷയുടെ രംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണം വയറ് നിറച്ചും തിന്നും വീഞ്ഞു കുടിച്ചും കുറച്ചുപേര് ലഹരി പിടിച്ചും കുറച്ചുപേരൊക്കെ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിന്റെ പേര് പറഞ്ഞത് കർത്താവിന്റെ അത്താഴം എന്നാണ്. കർത്താവിന്റെ മേശ എന്നും കർത്താവിന്റെ അത്താഴം എന്നുമാണ് പൗലോസ് അതിന് പേര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു. ഒരു സാധാ ഭക്ഷണം കഴിക്കുകയായിരുന്നു, സാധാ അത്താഴം, വൈകുന്നേരത്തെ അത്താഴം അത് കഴിക്കുകയായിരുന്നു എന്ന് വന്നാൽ അതിന് കർത്താവിന്റെ അത്താഴം എന്ന് പറയാമോ? നമ്മളാരെങ്കിലും അത് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അത് കർത്താവിന്റെ അത്താഴം എന്ന് നമ്മൾ പറയാറുണ്ടോ? കർത്താവിന്റെ മേശ എന്ന് പറയാറുണ്ടോ? കർത്താവിന്റെ അപ്പം എന്ന് പറയാറുണ്ടോ? കർത്താവിന്റെ പാനപാത്രം എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മളെന്താ അങ്ങനെ പറയാത്തത്? അത് കർത്താവിന്റെ നാമത്തിന് വേർതിരിച്ചതല്ലത്. നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതായിരുന്നു കൊരിന്തിലെ സഭ കഴിച്ചതെങ്കിൽ അതിന് കർത്താവിന്റെ അത്താഴം എന്നും കർത്താവിന്റെ മേശ എന്നും എങ്ങനെ പേർ പറയും എന്നാണ് എന്റെ 4ാമത്തെ ചോദ്യം. 5ാമത് ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. കൊരിന്തിലെ പലരും ബലഹീനരും രോഗികളും ചിലർ മരിച്ചു പോവുകയും ചെയ്യുവാൻ കാരണമായത് ഈ കർത്താവിന്റെ മേശ എന്ന ശുശ്രൂഷ കൊരിന്ത് സഭയുടെ ആരംഭകാലം മുതൽ ചെയ്തു പോന്നിരുന്നു എന്നതിന്റെ തെളിവല്ലേ? എൻ്റെ അടുത്ത ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. ഞാൻ ചോദിച്ചത് മനസ്സിലായോ? കൊരിന്തിലെ സഭയിലുള്ളായിരിക്കുന്ന അനേകരും രോഗികളായി, അനേകരും ബലഹീനരായി, അനേകരും മരിച്ചും പോയി. പൗലോസ് ഇത് എഴുതുന്ന കാലത്ത് അവിടെ ഈ മരണങ്ങൾ സംഭവിച്ചു, പലർക്കും രോഗം പിടിച്ചു, പലരും ബലഹീനരായി തീർന്നു. അത് അവര് സാധാ ഭക്ഷണം കഴിച്ചിട്ടാ? അവര് സാധാ ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത്? സാധാ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ വരുമോ? സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ബലഹീന രോഗികളും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ ഭൂമിയിൽ? പറ്റുമോ? ഇവരുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കൊരിന്തിലെ സഭ കൂടി വന്ന കാലം മുതൽ പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലം വരെയും അവർ തുടർമാനമായിട്ട് എന്ത് ചെയ്തിരുന്നു? കർത്താവിന്റെ മേശ എന്ന കർത്താവിന്റെ അത്താഴം എന്ന ശുശ്രൂഷ കഴിച്ചിരുന്നു. അതുകൊണ്ടല്ലേ അവർക്ക് രോഗം വന്ന്, അതുകൊണ്ടല്ലേ അവർ ബലഹീനരായ, അതുകൊണ്ടല്ലേ അവരിൽ ചിലർ മരിച്ചു പോകാൻ കാരണമായത്. അങ്ങനെ ഒരു ശുശ്രൂഷ കൊരിന്ത്യ സഭയിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ
പിന്നെ എന്ത് കാരണം കൊണ്ട് ഇവർ ബലഹീനരായത്, എന്ത് കാരണം കൊണ്ട് ഇവർ രോഗികളായത്? ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിന്റെ 27 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഴിഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി, ഏത് ഹേതുവായി? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അല്ല, കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ച് കർത്താവിന്റെ മേശയാണ് ആചരിക്കുന്നത് എന്നുള്ളായിരിക്കുന്ന ആ യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ അത് കഴിക്കാതെ വന്നതുകൊണ്ട് ഇത് ഹേതുവായി. അങ്ങനെ നിങ്ങൾ ചെയ്തതുകൊണ്ട് അവിടെ പറയാണ് ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, ഇപ്പോൾ ആയിരിക്കുന്നു എന്നാണ്. കൊരിന്ത്യ സഭയിലെ പലരും ബലഹീനരും രോഗികളും ആകുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് പറയാം. ബലഹീനരും രോഗികളാവുന്നു. അപ്പോൾ ഇത് അവിടെ ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല. കൊരിന്തിലെ സഭ പൗലോസ് സ്ഥാപിച്ച കാലം മുതൽ ഈ ശുശ്രൂഷ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു, അവർ ചെയ്തിരുന്നു. അത് അവർ അയോഗ്യമായി ഭക്ഷിച്ചതുകൊണ്ട് അവരിൽ പലരും ബലഹീനരും രോഗികളുമായി എന്നവിടെ വ്യക്തമാണ്. അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പലരും ഈ കാരണം കൊണ്ട് തെറ്റായിട്ട് യോഗ്യമല്ലാതെ ഈ കർത്താവിന്റെ മേശ ആചരിച്ചത് കൊണ്ട് അനേകരും മരിച്ചു പോകാൻ കാരണമായി എന്ന് അവിടെ പറയുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. അപ്പോ അവിടെ കൊരിന്ത്യ സഭയിൽ അങ്ങനെ ഒരു ഭക്ഷണ കൂട്ടായ്മയില്ല. പൗലോസ് അങ്ങനെ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, അവർക്കൊണ്ട് ലഭിച്ചിട്ടുമില്ല, അവരത് ചെയ്തിട്ടുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ രോഗികളും ബലഹീനരും മരിച്ചു പോവുകയൊക്കെ ചെയ്തത് എങ്ങനെയാ അവരായിത്തീർന്നത്? തുടക്ക നാൾ മുതൽ തന്നെ സഭ കൂടി വരുവാൻ തുടങ്ങിയ 1-ാം നാൾ മുതൽ തന്നെ പൗലോസ് ഇത് അവിടെ ഏൽപ്പിച്ചിരുന്നുവെന്നും കർത്താവിൽ നിന്ന് പ്രാപിച്ചത് പൗലോസ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നുവെന്നും അവര് കർത്താവിന്റെ മേശ ആചരിച്ചിരുന്നു എന്നും അതിൽ നിന്ന് അയോഗ്യമായി പങ്കെടുത്തത് കൊണ്ട് അവരിൽ പലരും ബലഹീനരും രോഗികളുമായി ചിലരെ മരിച്ചു പോകാനും കാരണമായി എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്. പൗലോസ് ഈ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യ സഭ സ്ഥാപിച്ചിട്ട് കുറച്ച് ചില വർഷങ്ങളായി. ആ വർഷങ്ങളായതിനു ശേഷമാണ് കൊരിന്ത്യ ലേഖനം അവർക്ക് എഴുതുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ അവരിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചില്ലേ? നിങ്ങൾ രോഗികളാവുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. കർത്താവ് എന്തിനാ അവരെ ബാലശിക്ഷ കഴിച്ചേ? അവർക്ക് ഇങ്ങനെ ഒരു മേശയില്ലായിരുന്നു, അങ്ങനെ ഒരു ആചരണമില്ലായിരുന്നു. കർത്താവിൽ നിന്ന് പൗലോസ് അതിനൊന്നും പ്രാപിച്ചിട്ടുമില്ല. അങ്ങനെ ഒരപ്പത്തെ കർത്താവിന്റെ മേശയിൽ അനുഗ്രഹിച്ച് കൊടുക്കാൻ തക്കവണ്ണം പൗലോസ് വേർതിരിച്ചിട്ടുമില്ലെങ്കിൽ ഈ പറയുന്ന വാക്യങ്ങളെല്ലാം തെറ്റന്നെ. അവര് കഴിച്ചിട്ട് അവര് രോഗികളായി ബലഹീനരായി മരിച്ചുപോയി എന്ന് പറയുന്നത് തെറ്റല്ലേ? അവര് സാധാ ഭക്ഷണം കഴിച്ചിട്ടാണോ അങ്ങനെ സംഭവിച്ചത്? എൻ്റെ 5-ാമത്തെ ചോദ്യമാണ്. ഞാൻ ഈ വീഡിയോ അധികം ദീർഘമാക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കർത്താവിന്റെ 5 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. കർത്താവിന്റെ മേശ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല. അത് ന്യായപ്രമാണത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അങ്ങനെ ഒരു ശുശ്രൂഷയൊന്നും പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തില്ല. പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തത് കേവലം അവരുടെ ഭക്ഷണം, അവരുടെ അത്താഴത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തില് അവർ കഴിക്കുന്ന അത്താഴത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വാദിക്കുന്നവരായവരോടായിരിക്കുന്ന എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ അവരെത്ര അപ്പമാണ് വെച്ചിരുന്നത്? അവരെത്ര പാനപാത്രമാണ് ഒരുക്കിയിരുന്നത്? വളരെ വ്യക്തമാണ്. ഒരപ്പത്തിന്റെ അംശികൾ ഒരു പാനപാത്രത്തിന്റെ അംശികൾ വളരെ വ്യക്തമാണ്. സാധാരണ ഭക്ഷണമാണ് അവർ, 2-ാമത്തെ ചോദ്യം ഇതാണ്, സാധാരണ ഭക്ഷണമാണ് അവർ കഴിച്ചിരുന്നതെങ്കിൽ അതെങ്ങനെയാണ് അയോഗ്യതയുള്ള ഭക്ഷണമായി മാറുന്നത്? അതുകൊണ്ട് എങ്ങനെയാണ് ശിക്ഷാവിധി വരുന്നത്? അത് അയോഗ്യമായി കഴിച്ചാൽ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണം യോഗ്യമായിട്ട് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ പാടില്ലേ? നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ യോഗ്യനാണോ അത് കഴിക്കാൻ, ഞാൻ അതിന് പ്രാപ്തനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് സാധാ ഭക്ഷണം. അവര് അതുകൊണ്ട് ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഏതോ ഒരു സ്പെഷ്യലായിട്ടുണ്ടായിരിക്കുന്ന ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ലേ? ലവ് ഫീസ്റ്റിനെ കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്ന. കൂട്ടായ്മ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭക്ഷണം,
പിന്നെ സ്നേഹത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കുന്ന ഈ ശുശ്രൂഷയെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു അപ്പവും ഒരു പാനപാത്രവും കർത്താവിന്റെ ഓർമ്മയ്ക്കായി വേർതിരിച്ചു എന്നുള്ളതായിരിക്കുന്ന വ്യക്തത അവിടെ കാണാനായിട്ട് പറ്റുന്നു. മൂന്നാമത്തെ ചോദ്യമാണ്, ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ആവശ്യമില്ല എങ്കിൽ പൗലോസ് തന്നെ കർത്താവ് അത് ഏൽപ്പിച്ചു കൊടുക്കുകയും പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നുവോ? അതാ ഞാൻ പറഞ്ഞ മറ്റനേകം കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, ഉപദേശിച്ചു, പഠിപ്പിച്ചു, അനേകം അത്ഭുതങ്ങൾ ചെയ്തു. ഇതൊന്നും പറയാത്ത പൗലോസ് ഈ അന്ത്യ അത്താഴത്തിന്റെ കാര്യം മാത്രമേ എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് അടുത്ത ചോദ്യം. വെറും കൂട്ടായ്മയാണ് അവർ ചെയ്തിരുന്നതെങ്കിൽ അതിന് കർത്താവിന്റെ മേശയെന്നും കർത്താവിന്റെ അത്താഴം എന്നും പേര് പറയാൻ പറ്റുമോ? നാലാമത്തെ ചോദ്യം അതാണ്. വെറും ഒരു കൂട്ടായ്മയാണ് അവർ ചെയ്തതെങ്കിൽ അതിന് കർത്താവിന്റെ മേശയെന്നും കർത്താവിന്റെ അത്താഴം എന്നും പേര് പറയാൻ പറ്റും. ഈ രണ്ട് പേരും ബൈബിളിൽ വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അഞ്ചാമതായിട്ട് ഞാൻ ചോദിച്ചത്, കൊരിന്തിലെ പലരും ബലഹീനരായി, രോഗികളായി, ചിലർ മരിച്ചു പോവുകയും ചെയ്യാൻ കാരണമായ ആ ഭക്ഷണം ഏതായിരുന്നു? ആ ശിക്ഷാവിധി വരുവാൻ കാരണമായ ആ ഭക്ഷണം ഏതായിരുന്നു? അവർ കഴിച്ച സാധാ ഭക്ഷണമായിരുന്നുവോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ, ശരിക്കും സഭ കൂടി വരുമ്പോൾ കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ, നിങ്ങൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും അവൻ വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഈ കർത്തൃമേശ ആചരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളോ നന്മയോ ഗുണമോ എന്തെങ്കിലും ലഭിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. കർത്തൃമേശ ആചരിക്കുന്നതിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ഈ മേശ ആചരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. യേശു കർത്താവിന്റെ മരണത്തെ നാം ഈ ഒരു ശുശ്രൂഷയിലൂടെ സ്മരിക്കുന്നു. സഭയിൽ കൂടിയിരിക്കുന്നവർ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. കർത്താവിന്റെ മരണത്തെ ഓർക്കുന്ന ആ ശുശ്രൂഷയുടെ ഒരു ഭാഗമാകുമ്പോൾ, എൻ്റെ കർത്താവ് ഇങ്ങനെ എനിക്ക് വേണ്ടി അന്ന് തൻ്റെ പ്രാണനെ കൊടുത്തല്ലോ എന്ന് ഓർക്കുന്നു. ഞാൻ കോട്ടയം സഭയിലും എറണാകുളം സഭയിലും ഒക്കെ കർത്തൃമേശ ആചരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വിവരണം കൊടുത്തിട്ടാണ് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ ഈ ഓർമ്മയുടെ ശുശ്രൂഷയിലേക്ക് മാറുന്നത്. അപ്പോൾ കേൾവിക്കാരുടെ ഒക്കെ ഹൃദയം അതിന് തൊട്ടു മുമ്പ് പറഞ്ഞായിരിക്കുന്ന ആ മേശ വിഭാഗിച്ചു കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞായിരിക്കുന്ന ആ ചിന്തകളിലൂടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ അവരുടെ ഹൃദയത്തെ അതിലേക്ക് തിരിക്കുന്നു, അതിലേക്ക് കൊണ്ടുപോകുന്നു. ലോകത്തിന്റെ മറ്റ് ചിന്തകളിൽ നിന്ന് അവർ വേർപെട്ട് കർത്താവിന്റെ മരണം ഈ വിധത്തില്, കർത്താവിന്റെ കഷ്ടാനുഭവം ഈ വിധത്തില്, കർത്താവ് അനുഭവിച്ചായിരിക്കുന്ന ന്യായവിധികൾ ഈ വിധത്തില്, ഈ കാര്യങ്ങളൊക്കെ ധ്യാനിക്കാനായിട്ട് അവർക്ക് ഇടവരുന്നു. ആ ധ്യാനിച്ചുകൊണ്ട് അപ്പവും പാനപാത്രവും പങ്കിടുമ്പോൾ അത് അവരുടെ കർത്താവിനെ ഓർക്കാനാണ്, നമ്മുടെ കർത്താവിനെ ഓർക്കാനാണ്. കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമാണ്. ഇതിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് പ്രത്യേക അനുഗ്രഹങ്ങളോ പ്രത്യേകമായിരിക്കുന്ന നന്മയോ എന്തെങ്കിലും രോഗസൗഖ്യമോ എന്തെങ്കിലും മെച്ചമോ കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. എന്നാൽ ഇത് അയോഗ്യമായിട്ട് ഭക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല. കർത്താവിന്റെ ശരീരത്തെ യഥാർത്ഥമാവണം വിവേചിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. ഈ അപ്പം ഈ പാനപാത്രം എന്ന ആ ഏകവചന അർത്ഥത്തിൽ തന്നെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവം എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.